നമസ്കാരം. സ്പെഷ്യൽ തുടങ്ങുന്നു. G8-ൽ ഇനി റഷ്യ ഉണ്ടാവില്ലെന്ന് ഫ്രാൻസ്. പ്രധാന വാർത്ത. ക്രിമിയൻ വിഷയത്തിൽ റഷ്യയെ G8-ൽ നിന്ന് പുറത്താക്കിയതായി ഫ്രാൻസ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കിയത് ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് വ്ളാദിമിർ പുതിൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിജ്ഞാപനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ. സംസ്ഥാനത്ത് 5 ഹെക്ടറിൽ താഴെയുള്ള ക്വാറികൾക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടെന്ന നിലപാട് ഹരിത ട്രിബ്യൂണലിൽ ആവർത്തിക്കും. സർക്കാർ സത്യവാങ്മൂലം ദേശീയ ഹരിത ട്രിബ്യൂണലിന് സമർപ്പിക്കും. NCP സംസ്ഥാന ഘടകത്തിൽ ഭിന്നത. പീതാംബരൻ മാസ്റ്റർ വിഭാഗം ഇടതുമുന്നണി വിടാനൊരുങ്ങുന്നു. LDF-ൽ തുടരാൻ ഉറച്ച് ശശീന്ദ്രനും തോമസ് ചാണ്ടിയും. MLA-മാരെ ശരത് പവാർ മുംബൈയിലേക്ക് വിളിപ്പിച്ചു. വാർത്തകൾ വാസ്തവവിരുദ്ധമെന്ന് പീതാംബരൻ മാസ്റ്റർ. കോൺഗ്രസ് 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കപിൽ സിബലും അജയ് മാക്കനും സച്ചിൻ പൈലറ്റും വീണ്ടും മത്സരിക്കും. സുരേഷ് കൽമാടിക്കും ഭാര്യയ്ക്കും സീറ്റില്ല. പട്ടികയിൽ 58 പേർ. നരേന്ദ്രമോദിയുടെ 2ാം മണ്ഡലത്തിനായി ചർച്ചകൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ. ആം ആദ്മി പാർട്ടി 3ാം ഘട്ട പട്ടിക പുറത്തിറക്കി. IPL 7ാം സീസണിന് കൊച്ചി വേദിയാവാൻ സാധ്യത. അന്തിമ തീരുമാനം നാളത്തെ ലീഗ് ഗവേണിംഗ് ബോഡിയിൽ. കൊച്ചി തയ്യാറെന്ന് KCA. റഷ്യയെ G8 കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കിയതായി ഫ്രാൻസ്. ഉക്രൈനിലെ സ്വയംഭരണ പ്രവിശ്യയായിരുന്ന ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കാനുള്ള നീക്കത്തിന് പ്രതികരണമായാണ് ഫ്രാൻസിന്റെ നടപടി. എന്നാൽ ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കിയത് ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ക്രിമിയ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നും വ്ളാദിമിർ പുടിൻ പ്രഖ്യാപിച്ചു. യുക്രൈൻ പ്രവിശ്യയായ ക്രിമിയയെ തങ്ങളുടെ ഭാഗമാക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടികളുമായി റഷ്യ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് G8-ൽ നിന്ന് റഷ്യയെ പുറത്താക്കിയതായി ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ലോറൻ ഫാബിയസ് പ്രഖ്യാപിച്ചത്. Je ne peux pas répondre à cette question. Pour le moment, il reste invité. En revanche, en ce qui concerne le G8, c'est-à-dire la forme politique. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് അംഗരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിച്ചിട്ടില്ല. ക്രിമിയൻ വിഷയത്തിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോയ റഷ്യയെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്ന നീക്കത്തിന് അവരുടെ പിന്തുണയുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ലോക സാമ്പത്തിക വൻശക്തികളുടെ കൂട്ടായ്മയായ G8-ൽ നിന്ന് പുറത്താകുന്നത് റഷ്യയ്ക്ക് ക്ഷീണമാകും. അതേസമയം ക്രിമിയൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് വ്ളാദിമിർ പുടിൻ. ക്രീമിയ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. И народ России показал такую зрелость и такую силу. Своей сплоченностью поддержал соотечественников. ജനാധിപത്യപരമായ രീതിയിലൂടെയാണ് ക്രിമിയ തങ്ങളുടെ ഭാഗമാകുന്നതെന്ന് ആവർത്തിച്ച പുടിൻ യുക്രൈൻ നേതൃത്വത്തെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനെയും വിമർശിച്ചു. ഇതിനിടെ ക്രിമിയ നേതാക്കൾ റഷ്യയിലെത്തി പ്രസിഡന്റ് പുടിനുമായി കരാറിൽ ഒപ്പുവെച്ചു. റഷ്യയുടെ ഭാഗമാകാനുള്ള ജനഹിത പരിശോധനാ ഫലം പുറത്തുവന്ന ഇന്നലെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വിഷയത്തിൽ പ്രതികരിക്കാൻ TP ശ്രീനിവാസൻ നയതന്ത്ര വിദഗ്ധൻ, PJ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ, മാത്യു ജോസഫ് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ KB ഉഷ എന്നിവർ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം TP ശ്രീനിവാസനിലേക്ക്. ഇന്നത്തെ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്രമാത്രം പ്രായോഗികമാണ്? യഥാർത്ഥത്തിൽ റഷ്യയെ G8-ൽ നിന്ന് പുറത്താക്കാൻ ഫ്രാൻസിന്റെ നിലപാടുകൾക്ക് കഴിയുമോ? അങ്ങനെ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് അത്തരം തീരുമാനമെടുക്കാൻ കഴിയുമോ? അല്ല, G8 എന്ന് പറയുന്നത് ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു സംഘടനയൊന്നുമല്ലല്ലോ. അതൊരു കൂട്ടായ്മ മാത്രമാണ്. അപ്പൊ അതിനെ ആരെങ്കിലും പുറത്താക്കുക, എടുക്കുക എന്നുള്ളതിനൊന്നും വലിയ നിയമങ്ങളൊന്നുമില്ല. ഇത് ഐക്യരാഷ്ട്ര സംഘടന പോലെയൊന്നുമല്ല. അതൊരു കൂട്ടായ്മ, ഏറ്റവും കൂടുതൽ ധനശക്തിയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതാണ് പിന്നെ G20 ആയി മാറുകയും ഒക്കെ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളതിന് നിയമപരമായ വലിയ പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവരെല്ലാം ചേർത്ത് എല്ലാവരും തീരുമാനിച്ചാൽ. പക്ഷെ ഇതിന് ഒരു യഥാർത്ഥത്തിൽ ഒരു വാദമുള്ളത്, നമ്മൾ ഉപരോധം നടത്തുന്ന ഒരു രാജ്യത്തെ, ഇപ്പൊ G8-ന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുക, വിശേഷിച്ചും വ്യവസായത്തിലും വ്യാപാരത്തിലുമൊക്കെ. അപ്പൊ അതിന് സാങ്ഷൻസ് വരുമ്പോൾ, ഉപരോധം വരുമ്പോൾ, അപ്പോൾ ആ ഉപരോധത്തിലായിരിക്കുന്ന രാജ്യത്തിന് G8-ൽ തുടർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഉപരോധിക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ G8 പോലെയുള്ള കൂട്ടായ്മകളിൽ സ്ഥാനം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊരു രാഷ്ട്രീയമായ വലിയൊരു അർത്ഥമുണ്ട്. കാരണം പണ്ട് ശീതസമരക്കാലത്ത് പോലും, ഇപ്പോഴും ഒരു ചെറിയ ശീതസമരം തുടങ്ങിയിരിക്കുന്നതാണെങ്കിൽ പറയാം, എന്നാലും യഥാർത്ഥ ശീതസമരക്കാലത്ത് പോലും ഈ വലിയ രാജ്യങ്ങളുടെ അവരുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്, അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ അവരെന്തെങ്കിലും കുറച്ച് കുറ്റം ചെയ്താൽ പോലും
മറ്റേ രാജ്യം സഹിക്കുന്ന അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഉക്രൈൻ നോക്കുമ്പോൾ ക്രൈമിയയെ പറ്റിയും ഉക്രൈനെ പറ്റിയും ഒക്കെ റഷ്യക്ക് ശരിയായ അഭിപ്രായങ്ങളും ആവശ്യങ്ങളുമുണ്ട്. അവർക്ക് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഒഫീഷ്യൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞതുപോലെ റഷ്യക്ക് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിശേഷിച്ചും ക്രൈമിയയിൽ അവർക്ക് നേവൽ ബേസ് ഉണ്ട്, എയർഫോഴ്സ് ബേസ് ഉണ്ട്, 57% ആളുകൾ റഷ്യക്കാരാണ്. അപ്പോൾ അതിൽ വളരെ താല്പര്യം അവർക്കുണ്ട്. ആ താല്പര്യം സംരക്ഷിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ശീതസമരകാലത്ത് പോലും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് യൂറോപ്യൻ യൂണിയനോട് സഹകരിക്കാൻ ശ്രമിച്ച ഉക്രൈനോടാണ് റഷ്യ ഇങ്ങനെ പെരുമാറി എന്നുള്ളതാണ് പ്രശ്നം. കാരണം യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറുണ്ടാക്കി ഒപ്പിടുന്ന സമയമായപ്പോഴാണ് യാങ്കിനോവിച്ച് അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതും അതോടുകൂടിയാണല്ലോ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. മാത്യു ജോസഫ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. മാത്യു ജോസഫ്, ക്രൈമിയ പ്രതിസന്ധിയിലെ ഏറ്റവും നിർണായകമായ ചോദ്യം, ക്രൈമിയയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഹിതപരിശോധന നിയമപരമാണോ അതോ നിയമവിരുദ്ധമാണോ എന്നാണ്. അമേരിക്ക വാദിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അവിടെ നടന്ന ഹിതപരിശോധന എന്നാണ്. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈമിയയിലെ ഹിതപരിശോധന എത്രമാത്രം അന്താരാഷ്ട്ര സമൂഹത്തിന് അംഗീകരിക്കാവുന്നതാണ്? അന്താരാഷ്ട്ര നിയമത്തിന് അനുകൂലമായാണോ അതിന് അനുരോധമായാണോ അവിടെ ഒരു തരത്തിലുള്ള റഫറൻഡം നടന്നത് എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. അത് തർക്ക വിഷയമാക്കുന്നതിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും അവരുടെ ഒരു നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഇത് നിശ്ചയമായും ബോസ്നിയയുടെ കാര്യത്തിൽ സെർബിയ അല്ലെങ്കിൽ കൊസവോ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ചേർത്ത് വെച്ച് കാണേണ്ടതാണ്. അതാണ് റഷ്യയും പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഉയർത്താത്ത ഒരു അന്താരാഷ്ട്ര നിയമ പ്രശ്നം ഇപ്പോൾ ബഹുഭൂരിപക്ഷം റഷ്യൻ വംശജരുള്ള ഒരു പ്രദേശത്ത് ആ റഷ്യൻ വോട്ട് റഫറൻഡത്തിൽ പങ്കെടുത്ത 83% പേരിൽ തന്നെ 97% പേരും അംഗീകരിച്ച ഒരു നടപടിക്രമത്തിനെതിരെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു തരത്തിൽ ഒരു വാദം ഉന്നയിക്കുന്നത്, അന്താരാഷ്ട്ര നിയമത്തിന് അനുരോധമായ എല്ലാ തരത്തിലുള്ള റഫറൻഡം നടന്നത് എന്ന വാദം ഉന്നയിക്കുന്നത് ദുരദൃഷ്ടമാണെന്നാണ് റഷ്യയുടെ നിലപാട്. ഈ രണ്ട് നിലപാടുകളെയും രണ്ട് വ്യത്യസ്തമായ ശാക്തിക രാഷ്ട്രങ്ങളുടെ നിലപാടുകളായി കാണുക എന്നുള്ളതല്ലാതെ അതിലൊരു വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണെന്ന് തന്നെ പറയാം. കാരണം അന്താരാഷ്ട്ര നിയമം എന്നുള്ളത് വളരെ കൃത്യമായ ഒരു നിലയിൽ നിലനിൽക്കുന്നു എന്നല്ല, അതിന് പലതരത്തിലുള്ള ഒരുതരം ഇന്റർപ്രിട്ടേഷനാണ് സാധ്യമായിട്ടുള്ളത്. ആ ഇന്റർപ്രിട്ടേഷൻ സാധ്യമാവുന്നത് പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലുമാണ്. അത് നടപ്പിൽ വരുത്താനായിട്ട് ഏതെങ്കിലും ഒരു ദേശരാഷ്ട്രങ്ങൾക്ക് മുകളിലുള്ള ഒരു തലത്തിൽ ഏതെങ്കിലും ഒരു ബോഡി ഇല്ലാതിരിക്കെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മടങ്ങിയെത്താം താങ്കളിലേക്ക്. പ്രൊഫസർ വിൻസെന്റ്, ഇവിടെ ഹിതപരിശോധന എന്ന പദം തന്നെയാണ് കൂടുതൽ വിവാദമാവുന്നത്. വ്യത്യസ്ത രാജ്യങ്ങൾക്ക് ഹിതപരിശോധനയിലുള്ള രാഷ്ട്രീയം വ്യക്തമാണ്, പലതും വ്യത്യസ്തവുമാണ്. ഉദാഹരണത്തിന് തെക്കൻ സുഡാനിലെ ഹിതപരിശോധന, അതുപോലെ ഇന്തോനേഷ്യയിലെ തെക്കൻ ഇന്തോനേഷ്യൻ പ്രവിശ്യയിൽ നടന്ന ഹിതപരിശോധന, ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ആ നിലപാട് ക്രിമിയയുടെ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹിതപരിശോധനയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പുണ്ടാവുക? ഈ വിഷയത്തിൽ ക്രീമിയ ഓൾറെഡി ഒരു ഓട്ടോണമസ് പാർലമെൻ്ററി റിപ്പബ്ലിക്കാണ്. 1992 എഗ്രിമെൻ്റ് പ്രകാരം അത് ഓട്ടോണമസ് പാർലമെൻ്ററി റിപ്പബ്ലിക്കാണ്. 100 അംഗങ്ങളുള്ള ഒരു പാർലമെൻ്റ് ഉണ്ട്. ക്രൈമിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് സ്വന്തമായ ഭരണഘടനയുമുണ്ട്. പൊതുവിൽ ഉക്രൈനിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ 2001 സെൻസസ് പ്രകാരം 58% റഷ്യൻസ് ഉണ്ട്, 24% ഉക്രൈനിയൻസ്, 12.10% താർത്താർസ് മുസ്ലിംസ്. അതിൽ ഈ താർത്താർ മുസ്ലിംസ് ഇപ്പോഴത്തെ ഈ റഫറൻഡം ബോയ്ക്കൗട്ട് ചെയ്തു. ബഹുഭൂരിപക്ഷം 97% ആളുകൾ അനുകൂലമായ നിലപാടെടുത്തു. അപ്പോൾ ഇത് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ UN ചാർട്ടറിൻ്റെ ആർട്ടിക്കിൾ 1 പ്രകാരം ലോകത്തിലുള്ള എല്ലാ ജനതയ്ക്കും സ്വയം നിർണായക അവകാശമുണ്ട്. ക്രീമിയൻ ജനത ഒരു ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് പോലെ ഉക്രൈൻ്റെ ഒരു ഭാഗമായിട്ടല്ല അത് നിൽക്കുന്നത്. അത് ഏറെക്കുറെ സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു ലൂസ് കോൺഫെഡറേഷൻ എന്ന നിലയിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ക്രീമിയൻ ജനതയ്ക്ക് സ്വാഭാവികമായിട്ടൊരു റഫറൻഡം നടത്തുവാനും റഷ്യയോട് ചേരാനുമുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശമുണ്ട്. അത് ആ ജനതയുടെ സ്വയം നിർണായക അവകാശമാണ്. പിന്നെ അതിൽ റഫറൻഡം നമുക്ക് അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അത് അമേരിക്കൻ വേർഷനാണ്. അത് യഥാർത്ഥത്തിൽ അവിടെ വിക്ടർ യാനുക്കോവിച്ച്
അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. 2004 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 യുക്രൈനിയൻ പാർലമെന്റൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടി. 2010 ക്രീമിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും യാനുക്കോവിച്ച് നേതൃത്വം നൽകുന്ന പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റാണ് വിക്ടോർ യാനുക്കോവിച്ച്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നവംബർ 2013 അദ്ദേഹം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം പുതുക്കാതെ റഷ്യയുമായിട്ട് അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. 2008 മഹാമാന്ദ്യത്തിന് ശേഷം യൂറോപ്യൻ യൂണിയൻ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ, ഇപ്പോൾ ഗ്രേറ്റ് 7 എന്നൊക്കെ പറയും. ഈ ഗ്രേറ്റ് 7 എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ജപ്പാൻ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പം ഇന്നിപ്പം ഗ്രേറ്റ് 7 തന്നെ ഗ്രേറ്റ് 7 എന്നൊന്നും പറയാൻ പറ്റില്ല. ബ്രിക്സ് രാജ്യങ്ങൾ ആ സ്ഥാനത്തേക്ക് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഒരു എമേർജിംഗ് ഇക്കണോമി എന്ന നിലയ്ക്കും തന്ത്രപരമായി റഷ്യയുമായി അടുത്ത് നിൽക്കുന്ന പ്രദേശം എന്ന നിലയ്ക്കും വിക്ടോർ യാനുക്കോവിച്ച് റഷ്യയുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവിടെയുള്ള പാശ്ചാത്യ ശക്തികൾ, പാശ്ചാത്യ അനുകൂല പാർട്ടികൾ പ്രതിപക്ഷ സഖ്യം നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഫെബ്രുവരി 22 അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ പാർലമെൻറ്റ് പ്രഖ്യാപിക്കുന്നു. ഫെബ്രുവരി 24, 2014 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ പുറപ്പെടുവിക്കുന്നു. ഇതേ തുടർന്നാണ് റഷ്യ ക്രീമിയയിൽ ഇടപെടുന്നത്. അപ്പോൾ റഷ്യയുടെ വാദം എന്താ വെച്ചാൽ ക്രീമിയയിലുള്ള റഷ്യൻ വംശജരുടെ താല്പര്യങ്ങൾ, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ക്രീമിയൻ ജനത അനുകൂലമായി പ്രതികരിക്കുന്ന കാലത്തോളം അത് സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യപരമാണെന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ നിലയ്ക്ക് ശരിയാണ്. ഡോക്ടർ വിൻസെന്റ് തിരികെ ടി പി ശ്രീനിവാസൻ, ഇവിടെ ഉക്രൈനിൽ നടന്ന പ്രതിപക്ഷ പ്രക്ഷോഭത്തെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും പ്രത്യക്ഷമായി തന്നെ പിന്തുണച്ചിരുന്നു. പല യൂറോപ്യൻ യൂണിയൻ നേതാക്കളും അമേരിക്കയുടെ അംബാസഡർമാരും യുക്രൈനിൽ പ്രക്ഷോഭം നടക്കുന്നതിനിടെ പരസ്യമായി അവിടെ എത്തി പ്രക്ഷോഭകരെ അഭിസംബോധന ചെയ്യുക പോലും ഉണ്ടായി. ഒരുപക്ഷെ ബ്രിട്ടനിലെ MP ആയ ജോർജ് ഗാലേവ് പറഞ്ഞത് പ്രക്ഷോഭകരിൽ ഒരാൾക്ക് $50 വീതം അമേരിക്ക നൽകിയിട്ടുണ്ടാകുമെന്നാണ്. ഇത്രയും പ്രത്യക്ഷമായ ഇടപെടൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇതിനു മുൻപ് അമേരിക്ക നടത്തിയതായി തെളിവില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, ഇതേ ന്യായത്തിൽ റഷ്യ ചെയ്തത് ക്രൈമിയയിൽ നടന്ന ഹിതപരിശോധന തികച്ചും സ്വതന്ത്രമായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ റഷ്യയുടെ സൈനിക സാന്നിധ്യം ക്രൈമിയയിൽ ഉള്ളപ്പോഴാണ് ഹിതപരിശോധന നടന്നത് എന്ന് മാത്രമല്ല, ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും ഫോട്ടോകളിലും കാണുന്നത് പോളിംഗ് ബൂത്തുകളിൽ റഷ്യയുടെ പതാകയുടെ ചിത്രം അച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പതാകയുടെ ചിത്രമുള്ള തുണികൾ കൊണ്ട് കർട്ടനുകൾ തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത്രയും പക്ഷപാതപരമായി അല്ലെങ്കിൽ ആയുധം മുൻനിർത്തിയുള്ള ഒരു ഹിതപരിശോധനയെയാണ് അമേരിക്ക ചോദ്യം ചെയ്യുന്നത്. അതെ, അതൊരു നിഷ്പക്ഷമാണെന്നൊന്നും റഷ്യക്കാർ പോലും വാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അവർ ചെയ്തത് അവർക്കെതിരായിട്ടുള്ള യുക്രൈനിലെ മൂവ്മെന്റ് കൊണ്ട് ക്രൈമിയ ഒരു സൊല്യൂഷനാക്കി കാണുകയാണ് അവർ ചെയ്യുന്നത്. യുക്രൈനിൽ അവരുടെ ആധിപത്യം നഷ്ടപ്പെടുമ്പോൾ ക്രൈമിയ അതിന്റെ ഒരു സമാനമായി ലഭിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ ചെയ്തത്. ക്രൈമിയയുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രൈമിയയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യവും ഒരു പ്രത്യേക തരത്തിലുള്ള അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹിതപരിശോധനയുടെ കാര്യത്തിലാണ് നമുക്ക് ഇന്ത്യക്ക് വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. ഓൾ പീപ്പിൾ ഹാവ് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന UN ചാർട്ടറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇതൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. വിശേഷിച്ച് നമ്മുടെ കാശ്മീർ പ്രശ്നം കൊണ്ടാണ് അതും കാരണം. നമ്മൾ പറയുന്നത് ഒരു രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞാൽ അതിനുശേഷം ഹിതപരിശോധനയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ എല്ലാ കാലത്തും വാദിച്ചുകൊണ്ടിരുന്നത്. ഏലിയൻ ആൻഡ് കൊളോണിയൽ ഡോമിനേഷനിലുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഹിതപരിശോധന സാധ്യമാവുകയുള്ളൂ. ക്രൈമിയയെ സംബന്ധിച്ചിടത്തോളം ഹിതപരിശോധനയൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. അതുകൊണ്ടൊരു പുതിയ ഹിതപരിശോധന നടത്തുന്ന കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ ക്രൈമിയയുടെ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പാശ്ചാത്യർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എവരി കൺട്രി ഹാസ് ദ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഹിതപരിശോധനയെ എതിർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഇത് ശീതസമരത്തെ കാലത്ത് പോലും ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ ആ രാജ്യങ്ങൾ ചെയ്യുന്നതിന് മറ്റു രാജ്യങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫോർമാലിറ്റിയാണ്. ഇതൊരു വലിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്കോ നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ക്രൈമിയയെ അക്സെപ്റ്റ് ചെയ്ത് സ്വതന്ത്ര രാജ്യമായോ അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമായോ അംഗീകരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നിർബന്ധം വരും എന്നെനിക്ക് തോന്നുന്നു. കാരണം ആരും ഒന്നും യുദ്ധത്തിനോ ലോകമഹായുദ്ധത്തിനോ ഒന്നും പോകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോംപ്രമൈസിലെത്താനാണ് സാധ്യത. പക്ഷെ അതോടുകൂടി അവർക്ക് ലഭിക്കുന്നത്, പാശ്ചാത്യർക്ക് ലഭിക്കുന്നത് യുക്രൈനിന്റെ ഒരു വലിയ സൗഹൃദമായിരിക്കും. അപ്പോൾ യുക്രൈനിന്റെ വലിയ സൗഹൃദം നേടിയെടുക്കാൻ വേണ്ടി ക്രൈമിയെ ബലി കൊടുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മടങ്ങിയെത്താൻ താങ്കളിലേക്ക് മാത്യു ജോസഫ്, ഇവിടെ യുക്രൈനിൽ നടന്ന പ്രതിപക്ഷ പ്രക്ഷോഭത്തെ
റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പലപ്പോഴായി വിമർശിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ പറഞ്ഞ പ്രതിപക്ഷ പ്രക്ഷോഭത്തിൻ്റെ അന്തർധാര, അതിൻ്റെ ആശയ അടിത്തറ നിയോ നാസിസമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ ഉയർന്നു വരുന്ന വിക്ടർ യാനുക്കോവിച്ചിനെതിരായ പ്രക്ഷോഭത്തെ നയിക്കുന്നത് അതിതീവ്ര ദേശീയവാദമാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് പറയുന്നു. മറ്റു ചിലർ, വ്ളാദിമിർ പുടിൻ്റെ വിമർശകർ പറയുന്നത് പ്രതിപക്ഷ പ്രക്ഷോഭത്തെ, ജനകീയ പ്രക്ഷോഭത്തെ നാസിസത്തോട് ഉപമിക്കുന്നത് കേട്ടാൽ ചിരി വരും എന്നാണ്. അതും പുടിൻ അക്കാര്യം പറയുമ്പോൾ. എന്തു പറയുന്നു താങ്കൾ? നിശ്ചയമായിട്ടും ആ അഭിപ്രായത്തോട് യോജിക്കാനാണ് കൂടുതൽ ആഭിമുഖ്യം എനിക്ക്. മറ്റൊന്നും കൊണ്ടല്ല, റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. പുടിൻ തന്നെ റഷ്യക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധുതാ പ്രശ്നം നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധുത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് അദ്ദേഹം തയ്യാറാവുന്നതും വളരെ ഒരു യുദ്ധോത്സുകനായി പെരുമാറുന്നതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയും സാധുതയും തിരിച്ചുപിടിക്കുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, റഷ്യയുടെ ഒരു രാഷ്ട്രീയ ഘടന തന്നെ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, റഷ്യയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് അത് ജനാധിപത്യപരമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് റഷ്യൻ വിപ്ലവത്തിന് മുമ്പും അതിനുശേഷവും അതൊരു ജനാധിപത്യത്തെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള വിദൂരമായ ഒരു സങ്കല്പത്തെ കേന്ദ്രീകരിച്ച് പോലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല റഷ്യയുടെ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് നിശ്ചയമായും അത്തരമൊരു ആരോപണം യുക്രൈനിലെ പ്രക്ഷോഭത്തിനെതിരെ ഉന്നയിക്കുന്നതിനോട് ആ ഒരു പ്രശ്നം നിശ്ചയമായിട്ടുണ്ട്. അത് പറയാൻ പുടിന് അത്ര അധികം ഒരു രാഷ്ട്രീയ സാധുത അദ്ദേഹത്തിന്റെ ഭരണത്തിനും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും, അദ്ദേഹവും വളരെ കൃത്യമായ ഒരു ദേശീയവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും അത്തരം ഒരു ലെജിറ്റിമസി അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായും യുക്രൈനിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ യുക്രൈനിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരത്തെയും ആ അർത്ഥത്തിൽ പുടിന്റെ നിലപാട് ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പുടിന്റെ രാഷ്ട്രീയം ഇങ്ങനെ ആയതുകൊണ്ട് അതിനെ ചേർത്ത് വെച്ച് കാണുന്നതും പൂർണ്ണമായി ശരിയായിരിക്കില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ അർത്ഥത്തിൽ രണ്ട് നിലപാടുകൾക്കും മധ്യ നിൽക്കുന്ന ഒന്നായിരിക്കും യുക്രൈനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെ നോക്കിക്കാണാൻ കുറച്ചുകൂടെ ഉപയുക്തമാവുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. റൈറ്റ്, ദയവായി തുടരുക. ഡോക്ടർ വിൻസെന്റ്, ഇവിടെ പുടിൻ്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിൻ്റെ ഒരു ഭരണരീതി, ആ ശൈലിയെ മുന്നിൽ വെച്ചുകൊണ്ട് യുക്രൈനിലെ പ്രക്ഷോഭത്തെ അതുമായി സമീകരിക്കുന്നത് ശരിയല്ല എന്നാണ് മാത്യു ജോസഫ് പറയുന്നത്. പക്ഷേ ഹിതപരിശോധനയുടെ കാര്യത്തിലെങ്കിലും ചെച്ചനിയയിൽ ഈ സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യം, ഈ ഹിതപരിശോധനാവകാശം അനുവദിക്കാൻ പുടിനോ റഷ്യ ഭരിച്ച ഏതെങ്കിലും ഭരണാധികാരികളോ തയ്യാറാവുമോ? തീർച്ചയായിട്ടും ചെച്ചനിയയിൽ അവർ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. അത് പൊതുവേ ഇപ്പം പുടിൻ അവിടെ നിന്ന് മാറിയാലും മറ്റൊരാൾ വന്നാലും റഷ്യൻ നാഷണാലിസം അവിടെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായിട്ട് അവരുടെ റഷ്യൻ എത്നിസിറ്റിയെയും അവരുടെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മത സ്വാധീനവും ചേർത്തിട്ടുള്ള ഒരു ദേശീയ ബോധമാണ്. അത് അവിടെ വളരെ സിമെൻറ്റഡായി. അതുകൊണ്ട് ഇപ്പോൾ പുടിൻ മാറി മറ്റൊരാൾ വന്നാലും അവരുടെ ഈ നിലപാടിൽ മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, പാശ്ചാത്യ ശക്തികൾ സ്വാഭാവികമായിട്ട് ഒരു വൻശക്തി രാഷ്ട്രത്തിൻ്റെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിനെ അംഗീകരിക്കണം. 91 സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞതിന് ശേഷം റഷ്യ വരിഞ്ഞു മുറുക്കാൻ ചുറ്റുവട്ടത്തുമുള്ള എല്ലാ രാജ്യങ്ങളിലും അവർ വർണ്ണ വിപ്ലവങ്ങൾ സ്പോൺസർ ചെയ്തു. അപ്പോൾ റഷ്യനെ എൻസർക്കിൾ ചെയ്യുക എന്നുള്ളതായിരുന്നു പോളിസി. അതിനെ റഷ്യ ആദ്യമായി തകർക്കുന്നത് ജോർജിയയിലാണ്. ജോർജിയയിൽ അവർ ഇമ്മീഡിയറ്റ് ഇടപെട്ടു, ഓസ്ട്രേലിയയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പിന്നീട് ഇറാനിൽ അവരുടെ ഇടപെടലിനെ തടഞ്ഞു. സിറിയൻ പ്രശ്നത്തിൽ റഷ്യ കൃത്യമായി അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ക്രീമിയ അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, റഷ്യയ്ക്ക് ചുറ്റും പാശ്ചാത്യരുടെ സ്വാധീന മേഖലകളെ സൃഷ്ടിച്ച് റഷ്യയെ എൻസർക്കിൾ ചെയ്യാനുള്ള പാശ്ചാത്യരുടെ തന്ത്രം പാളി. അത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ വന്നു. അതിപ്പം ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ, ആദ്യം അത് ഷാങ്ഹായ് 5 ആയിരുന്നു. അപ്പോൾ ചൈനയും റഷ്യയുടെയും ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലെ 5 രാജ്യങ്ങളും ചേർന്നിട്ട് അതൊരു സ്വാധീന മേഖലയായി. പശ്ചിമേഷ്യയിൽ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലടക്കം കൃത്യമായ സ്വാധീനം റഷ്യ നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്വാധീനം നേടുന്ന, ശാക്തീകരിക്കപ്പെടുന്ന റഷ്യയെ അതിൻ്റെ സ്വാധീന മേഖലയിൽ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ കടന്ന് എൻസർക്കിൾ ചെയ്യാനുള്ള പാശ്ചാത്യ ശക്തികളുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പരാജയപ്പെടുന്നത്. അതിനി അങ്ങോട്ട് ഇപ്പം റഷ്യയെ അംഗീകരിച്ചുകൊണ്ട്, റഷ്യയുടെ സ്വാധീന മേഖലകളെ അംഗീകരിച്ചുകൊണ്ട്, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് മാത്രമായിരിക്കും പാശ്ചാത്യ ശക്തികൾക്കുള്ള ഒരു സാധ്യത. മറ്റൊന്ന്, ഈ ക്രീമിയയും കരിങ്കടൽ പ്രദേശവും ലോകത്തിലെ ഏറ്റവും ശക്തമായ നേവിയുള്ള രാജ്യമാണ്. അതിൽ തന്നെ റഷ്യയുടെ ഈ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള നേവിയാണ്. അതിൻ്റെ ബേസ് ക്രീമിയ ചേർന്ന് കിടക്കുന്നത്. കരിങ്കടലിൻ്റെ നോർത്തേൺ റീജിയനിലാണല്ലോ ഈ ക്രീമിയൻ പെനിൻസുല. സ്വാഭാവികമായിട്ടും റഷ്യയെ സംബന്ധിച്ചാൽ അത് വൈറ്റൽ ഏരിയയാണ്.
മാത്രമല്ല അവരുടെ സ്വാധീന മേഖല ഇപ്പോൾ ക്രീമിയയിൽ ഓൾറെഡി റഷ്യക്കാരുടെ സൈനിക സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് ഈ ഹിതപരിശോധനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അവിടെ റഷ്യയുടെ സൈനിക സാന്നിധ്യം ഉണ്ട്. അത് യുക്രൈനുമായിട്ടുള്ള ധാരണ പ്രകാരം തന്നെ റഷ്യൻ സൈനികർ അവിടെയുണ്ട്. റഷ്യയുടെ കൃത്യമായ സ്വാധീന മേഖലയാണ്. കരിങ്കടൽ മേഖലയിലെ റഷ്യയുടെ സ്വാധീനമാണ് മെഡിറ്ററേനിയൻ റീജിയനിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഒരു എമർജിങ് കൺട്രിയാണ്. ഒരു വൻശക്തിയായി അത് വീണ്ടും ആഗോള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിപ്പം പുടിൻ മാറി മറ്റൊരാൾ വന്നാലും റഷ്യയുടെ ഈ നാഷണലിസ്റ്റ് അപ്സേർജിനെയും തടയുക അസാധ്യമായിരിക്കും. റൈറ്റ്. പി ജെ വിൻസെന്റ് തിരികെ എത്താം. ഡോക്ടർ കെ ബി ഉഷയുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ കെ ബി ഉഷ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ ഒരു നാഷണലിസം, ദേശീയത, ആ ഒരു വികാരം മാത്രമാണോ യുക്രൈനിൽ ഇത്ര ശക്തമായി ഒരു നിലപാടെടുക്കാനും ഇടപെടാനും പുടിനെ പ്രേരിപ്പിച്ചത്? മറിച്ച് യുക്രൈൻ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ എന്തൊക്കെയാണ് യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്കും ഇക്കാര്യത്തിൽ കടിപിടി കൂടാൻ? എനിക്ക് തോന്നുന്നു നാഷണലിസം മാത്രമല്ല അതിന്റെ ഒരു കാരണം. അതിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിപ്പോ യൂറേഷ്യൻ യൂണിയൻ എന്നുള്ള ഒരു ജനുവരി 1, 2015 ഒരു വേറൊരു ഇന്റഗ്രേഷൻ പ്ലാൻ, ഏതാണ്ട് യൂറോപ്യൻ യൂണിയനെ പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു പ്ലാൻ കൊണ്ട് പുടിൻ നേരത്തെ വന്നിട്ടുണ്ട്. അതൊരു യൂറോപ്യൻ യൂണിയൻ തന്നെ ഒരു ത്രെട്ടായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ നമുക്ക് നാഷണലിസത്തിനെ കഴിഞ്ഞും പിന്നെ എക്കണോമിക്സിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രിഡോമിനൻസ് യുക്രൈൻ്റെ ഇഷ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അടുത്തിടയ്ക്ക് റോബർട്ട് ഗേറ്റ്സ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ, ഡ്യൂട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം സോവിയറ്റ് യൂണിയൻ മാത്രം തകർന്നാൽ പോരാ, റഷ്യൻ എംപയറും പോരാ, റഷ്യ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം എന്ന് ഈ ഡിക് ചെനി പറയുന്നതായിട്ട് അദ്ദേഹത്തെ റെഫർ ചെയ്തുകൊണ്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിനിയോ ബ്രഷൻസ്കി എന്ന് പറയുന്ന അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനും അത് ഒരു യൂറേഷ്യൻ ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന ആ തിയറി ഇവിടെ വളരെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അവർ ഈ നിയോ ഫാഷിസം കൊണ്ട് നടക്കുന്ന അത്ര ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ സംഘടനകൾക്കും പാർട്ടികൾക്കും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നതും, അതുപോലെ ഈ യുക്രൈൻ ഒരു ജിയോ പൊളിറ്റിക്കൽ പിവറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ എന്താ പറയുന്ന ഈ റഷ്യ കീവൻ റൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ്, യുക്രൈൻ നിന്നാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യവും അവരുടെ സംസ്കാരവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം സാംസ്കാരികമായിട്ട് റഷ്യ വളരെ യുക്രൈനോട് അടുത്ത് അങ്ങനെ ഇരിക്കുന്നതാണ്. സിവിലൈസേഷണൽ അല്ലെങ്കിൽ കൾച്ചറൽ ബൗണ്ടറിയാണ്, ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയെ കഴിഞ്ഞും റഷ്യ യുക്രൈൻ എന്ന ബൗണ്ടറി. പിന്നെ കീപ് അവേ ദ ക്രൗൺ ജുവൽ ഓഫ് യുക്രൈൻ എന്ന് ജോൺ മക്കെയിൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നാഷണലിസത്തിനെ കഴിഞ്ഞും പുടിന്റെ നാഷണലിസത്തിനെ കഴിഞ്ഞും ഈ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോ അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു ഐഡിയോളജി എടുത്തുകൊണ്ട് വരുന്ന ജിയോ പൊളിറ്റിക്സിനെ റഷ്യ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അത് അവരുടെ സെക്യൂരിറ്റി, എക്കണോമിക് ഇൻട്രസ്റ്റിനും അവരുടെ രാജ്യത്തെ ജനങ്ങൾക്കും ഒരു ത്രെട്ടായിട്ട്. പിന്നെ ഇപ്പൊ ഈ കളർ റെവല്യൂഷൻ എന്ന് പറയുന്നത്, അവിടെ നേരത്തെ ഒരു ഓറഞ്ച് റെവല്യൂഷൻ നടന്ന സ്ഥലമാണ്. അങ്ങനെയൊക്കെയുള്ള പോളിസിയെ റഷ്യ ഇപ്പൊ കാര്യമായിട്ട് കാണാൻ തുടങ്ങി. പക്ഷെ അവരൊരു മിലിറ്ററി ഇടപെടലിന് ഈ ക്രൈമിയയിലും അല്ലെങ്കിൽ യുക്രൈനിലൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു കൺഫ്രണ്ടേഷൻ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. അത് വെസ്റ്റിന്റെ ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തിന്റെ യുക്രൈന്റെയോ റഷ്യയുടെ ഒന്നും ഇൻട്രസ്റ്റിൽ പെടുന്ന കാര്യമല്ല. ഡോക്ടർ കെ ബി ഉഷ, ഒരു സംശയം, അതായത് യൂറോ അമേരിക്കൻ ഇൻവേഷനെ കുറിച്ച്, അത്തരം ഒരു അധിനിവേശത്തെക്കുറിച്ച ഒരു ഭീതി, ഒരു മുൻവിധി റഷ്യയെ ഈ യുക്രൈനിലെ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ യുക്രൈനിലെ പൗരന്മാർക്ക്, യുക്രൈനിലെ ജനതയ്ക്ക് സോവിയറ്റ് യൂണിയനെക്കുറിച്ച്, സോവിയറ്റ് റഷ്യയെക്കുറിച്ച് ഇതേ മുൻവിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്ന അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ കീഴിലായിരുന്ന സമയത്ത് വലിയ തോതിലുള്ള ക്ഷാമം ബാധിക്കുകയും നിരവധി പേർ തെരുവിൽ മരിച്ചു വീഴുകയും ചെയ്ത ഒരു രാജ്യമാണ് യുക്രൈൻ. തങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന ഒരു രാജ്യത്തോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നാതിരിക്കാൻ മാത്രം ഒരു ശക്തമായ വികാരം യുക്രൈനിൽ തന്നെ ഇല്ലേ? പക്ഷെ അത് ഇപ്പോഴും നമ്മൾ അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ പോസ്റ്റ് കൂ കഴിഞ്ഞിട്ടുള്ള ന്യൂ കോയിലീഷൻ, അവർ സ്റ്റെപ്പാൻ ബന്ദേരയുടെ ആൾക്കാരാണ്. ഏകദേശം ഒരു 1.5 മില്യൺ ജൂസിനെയൊക്കെ ഈ ഹോളോകോസ്റ്റിലൊക്കെ ഇൻവോൾവ് ചെയ്തിരുന്ന ഒരാളിന്റെ ഐഡിയോളജിയെ
സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഈ ഗവൺമെന്റിന്റെ പ്രധാന ഓഫീസുകളിലൊക്കെ അവരുടെ ഈ ചിഹ്നങ്ങളൊക്കെ കാണാനുണ്ട്. ഈ സ്വസ്തിക ചിഹ്നമൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം സ്റ്റാലിന്റെ കാലത്ത് സ്റ്റാലിന്റെ ഒരു പോളിസി, ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പോളിസി മുഖേനയാണ് വന്നത്. പക്ഷെ അന്നും ഈ യുക്രൈനിയൻസ് ആണ് ആ പോളിസിക്ക് സപ്പോർട്ട് ചെയ്ത് അന്നിപ്പം അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. അവിടെ ഇപ്പം അവിടെ അന്ന് വന്നിരുന്ന ഒരു ഫാമിൻ, അതൊരു ക്രിയേറ്റഡ് എന്താ പറയാ, അങ്ങനത്തെ ഒരു ഫാമിൻ ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. സ്റ്റാലിൻ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. അദ്ദേഹം അപ്പം നടത്തിയ ഒരു തെറ്റായ ഒരു പോളിസിയുടെ ഫലമായിട്ടായിരിക്കണം അന്ന് അവിടെ ഈ ഫാമിനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുന്ന ഈ ഡെമോക്രസിയുടെ പേരിൽ വന്നിരിക്കുന്ന ആളുകള് ഇത്തരം ഫാഷിസ്റ്റ് നിയോ നാസി സപ്പോർട്ടേഴ്സ്, സ്റ്റെഫാൻ ബന്ദേര എന്ന് പറയുന്ന ആ ആളിന്റെ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെയുള്ള റഷ്യ, ക്രൈമിയ എന്ന് പറയുന്നത് 1954 യുക്രൈന് ഗിഫ്റ്റായിട്ട് ഈ ക്രൂഷ്ചേവ് കൊടുത്തതാണ്. റൈറ്റ്. വളരെയധികം നന്ദി ഡോക്ടർ KB ഉഷ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. TP ശ്രീനിവാസൻ, ഇവിടെ രണ്ട് തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്ന്, ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റും മുല്ലപ്പൂ വിപ്ലവുമെല്ലാം ജനങ്ങളെ മൊബൈലൈസ് ചെയ്ത് തെരുവിലെത്തിച്ച് ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തിലേക്ക് തിരിയിക്കുന്നു. മറിച്ച് യുക്രൈനിൽ നടന്ന ഓറഞ്ച് റവല്യൂഷൻ ആവട്ടെ, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളാവട്ടെ, ഈ പ്രക്ഷോഭങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെയും ഇടപെടലുണ്ടെന്ന് ശക്തമായ വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങളെ മൊബൈലൈസ് ചെയ്ത് ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ മാത്രം ശക്തമാണോ ഈ രാജ്യങ്ങളുടെ സ്വാധീനം മറ്റൊരു രാജ്യത്ത്? അതെ, അവര് റെഷീം ചേഞ്ച് അല്ലെങ്കിൽ അധികാരമാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ യുക്രൈനിൽ. കാരണം അവരുടെ താല്പര്യങ്ങൾക്കെതിരായി യാനുക്കോവിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി പുതിയൊരു പ്രസിഡന്റിനെ നിയമിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർ ആ പ്രക്ഷോഭണത്തിന് സഹായിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സമയത്ത് തന്നെ റഷ്യൻ സോൾജിയേഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. ആരാണെന്നറിയാത്ത കുറെ സൈനികർ യുക്രൈനിലെ പല സ്ഥലങ്ങളും കണ്ടു എന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഒരു ഇവർ തമ്മിലുള്ള ഒരു വടംവലിയുടെ ലക്ഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കണ്ടതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു പ്രശ്നത്തിലേക്ക് വരുമെന്ന് നമുക്കറിയാമായിരുന്നതേ ഉള്ളൂ. കാരണം യാനുക്കോവിച്ചിനെ മാറ്റിയാൽ തീർച്ചയായിട്ടും റഷ്യ മിണ്ടാതിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് ഇങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് ഇത് വരുന്നു വിചാരിച്ചില്ലെങ്കിലും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നത് ഈ ക്രൈമിയ അവർക്ക് കൊടുത്തിട്ട് റഷ്യ ഏറ്റെടുത്തിട്ട് യുക്രൈൻ കുറച്ചും കൂടെ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് അടുത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു പരിഹാരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്. മടങ്ങി താങ്കളിലേക്ക്. മാത്യു ജോസഫ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ, സിറിയൻ വിഷയത്തിൽ ഇത്തരത്തിലൊരു കോൺഫ്രണ്ടേഷൻ ഉണ്ടായതാണ്. റഷ്യ ഒരു വശത്തും ചൈന മറ്റൊരു വശത്തും പാശ്ചാത്യ രാജ്യങ്ങൾ എതിർവശത്തുമായി. പക്ഷേ യുക്രൈൻ വിഷയത്തിൽ ചൈന നിശബ്ദത പാലിക്കുന്നു. UN രക്ഷാസമിതിയുടെ യോഗത്തിൽ നിന്ന് പോലും ചൈന വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതേസമയം യുക്രൈൻ വിഷയത്തെ ചൊല്ലി ഒരു ഏറ്റുമുട്ടലിലേക്ക് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും പോകുമെന്ന് കരുതാനാകില്ല. കാരണം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തു വന്ന ഉടനെ റഷ്യൻ പാർലമെന്റിൽ വ്ളാദിമിർ പുടിൻ നടത്തിയ പ്രസ്താവനയിൽ അമേരിക്കയെ തീർത്തും അവഗണിച്ചുകൊണ്ട്, അതേസമയം ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലിനെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയത്. ജർമ്മനിയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഉറച്ച തീരുമാനമെടുക്കേണ്ടത്. ആ ജർമ്മനി അത്തരമൊരു തീരുമാനമെടുത്താൽ യൂറോപ്യൻ യൂണിയൻ അതിനെ ഫോളോ ചെയ്യുമെന്നാണ് വ്ളാദിമിർ പുടിൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇതിനർത്ഥം അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം യൂറോപ്പിൽ കുറഞ്ഞു വരുന്നു എന്നതിന് തെളിവാണോ? അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം യൂറോപ്പിൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. പല സന്ദർഭങ്ങളിലും അതിന് വിപരീതമായ തരത്തിലുള്ള നിലപാടുകളും അല്ലെങ്കിൽ അതിനുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അമേരിക്കയ്ക്ക് യൂറോപ്പിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. കാരണം അതുകൊണ്ടാണ് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ ടെലിഫോൺ അടക്കം അല്ലെങ്കിൽ അവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ടാപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു നിലയിലേക്ക് അമേരിക്കൻ രാജ്യതന്ത്രജ്ഞത എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നീങ്ങുന്നത് അവർക്ക് യൂറോപ്പിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനത്തെക്കുറിച്ച് അവർക്ക് തന്നെയുള്ള ചിന്തയുടെ ഫലമാണ് എന്ന് പറയേണ്ടി വരും. അതുമായി ചേർത്ത് വെച്ച് വേണം പുടിൻ ആഞ്ചല മെർക്കലിനെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനയെ വായിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും
യൂറോപ്യൻ യൂണിയനിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയുടെ തീരുമാനം അല്ലെങ്കിൽ ജർമ്മനിയുടെ ഒരു നിലപാട് യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്നുള്ളതോട് കൂടി തന്നെയാണ് ആ നിലപാട് വളരെ പ്രധാനമാകുന്നത്. ജർമ്മനി ഈ കാര്യത്തിൽ ഒരു ദേശരാഷ്ട്രം എന്ന നിലയിൽ ഒരല്പം കൂടി വ്യത്യസ്തമായ നിലപാടായിരിക്കും ഫ്രാൻസിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നും ഒക്കെ സ്വീകരിക്കുക എന്നുള്ള ഒരു സാമാന്യമായ അനുഭവവും നമ്മുടെ ലോകത്തിന്റെ മുന്നിലുണ്ട്. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ടാണ് പുടിൻ അങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെക്കാൻ. മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, യുക്രൈൻ വിഷയത്തിൽ മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മാക്സിമം തങ്ങളുടെ നിലപാടിന് അനുകൂലമായി ഉപയോഗിക്കുക എന്നുള്ളൊരു തന്ത്രവും കൂടെ ഈ സന്ദർഭത്തിൽ പയറ്റാൻ പുടിൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും അമേരിക്ക പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട് പല സന്ദർഭങ്ങളിലും വിഭജിക്കുന്ന ഒരു നിലപാട്, രാഷ്ട്രീയ അഭിപ്രായങ്ങളെ കല്ലുകളിലാക്കി വിഭജിച്ച് സ്വന്തം നിലപാടിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള അമേരിക്കയ്ക്ക് അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടി എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ പുടിൻ ഇത്തരം ഒരു നിലപാട് മുന്നോട്ട് വെച്ചത് എന്ന് കാണാൻ സാധിക്കും. മാത്യു ജോസഫ്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇവിടെ ഫ്രാൻസിൻ്റേത് ഒരല്പം അമിതാവേശമാണ്. എല്ലാ കാര്യത്തിലും അടുത്തിടെയായി അവർ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് അമിതാവേശത്തിൻ്റെതാണ്. പക്ഷേ ജർമ്മനി ഉൾപ്പെടെയുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ചുകൂടി മിതത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അത്ര മിതവാദ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് വിക്ടോറിയ ന്യൂലാൻഡിൻ്റെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തുവന്ന് നാം കേട്ടതാണ്. പച്ച തെറി വിളിച്ചുകൊണ്ടാണ് ജർമ്മനിയെ അവർ അഭിസംബോധന ചെയ്തത്. ഇത്തരം സാഹചര്യങ്ങളിൽ റഷ്യയ്ക്ക് കരണീയമായത് യൂറോപ്യൻ രാജ്യങ്ങളുമായി കുറച്ചുകൂടി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിച്ചേരുകയല്ലേ? അതല്ലേ മറ്റൊരു ശാക്തിക ചേരിയെ വളർത്തിയെടുക്കാൻ ഉതകുക? തീർച്ചയായിട്ടും അതിന് തന്നെയാണ് സാധ്യത. അജ്നസ് പറഞ്ഞ വളരെ ശരിയാണ്. ഈ ഫ്രാൻസിൻ്റെ ഒരു അമിതമായിട്ടുള്ള പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതുമല്ല. പിന്നെ അമേരിക്കയുടെ ഇമ്പീരിയലിസ്റ്റ് ഡിസൈന് വേണ്ടി അതിൻ്റെ പിന്നിൽ അണിനിരക്കാൻ പറ്റുന്ന വിഭവശേഷിയോ സാമ്പത്തിക ശക്തിയോ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒന്നിനുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടി അമേരിക്ക ഇപ്പോൾ സിറിയയിൽ അറ്റാക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി സഹായം ചെലുത്താൻ പറ്റുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിഭവശേഷിയോ സാമ്പത്തിക ശക്തിയോ ഇന്നിപ്പം ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്കില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ കാണുക. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, അവർക്ക് എണ്ണയില്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ആവശ്യമായ പ്രകൃതി വാതകവും എണ്ണയും പ്രധാനമായിട്ട് ഇപ്പോൾ അവർ റഷ്യനെയാണ് ആശ്രയിക്കുന്നത്. മറ്റു പ്രധാന സോഴ്സ് ഗൾഫാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ്റെ ത്രെട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എക്കാലത്ത് ഉണ്ടാകും, ഗൾഫ് റീജിയനിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് റഷ്യൻ പ്രകൃതിവാതകത്തെയും റഷ്യൻ എണ്ണയെയും ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ റഷ്യയുടെ സ്വാധീനം യൂറോപ്യൻ യൂണിയൻ രാജ്യം യൂറോപ്പിൽ മൊത്തം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഇറാൻ്റെ ത്രെട്ട് നിലനിൽക്കുകയും സ്വാഭാവികമായിട്ടും റഷ്യയുമായിട്ടൊരു കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് യൂറോപ്യൻ യൂണിയനില്ല. അതുകൊണ്ട് ഈ ഉപരോധം എന്ന് പറയുന്നതിൽ ഒരു കഥയുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ഉപരോധം റഷ്യക്കെതിരെ ചെലുത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ റഷ്യൻ തീരുമാനത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന സ്വാധീന ശക്തി ഇന്ന് യൂറോപ്യൻ യൂണിയന് മൊത്തത്തിലില്ല. അതിനുള്ള സാമ്പത്തികമായ ശക്തിയില്ല. പിന്നെ അമേരിക്ക നേരിട്ട് അവിടെ വന്നിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇതിപ്പം അജിൻമാസ് സൂചിപ്പിച്ച പോലെ ഒരു ആവേശത്തിന് ഒരു പ്രസാരണം നടത്തി ഫ്രാൻസ് അതിൻ്റെ വഴിക്ക് പോവും. കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുകയും നിലപാടെടുക്കുകയും ചെയ്യാൻ സാധ്യത ആഞ്ചല മെർക്കലാണ്. അതുകൊണ്ടാണ് പുടിൻ നേരിട്ട് ആഞ്ചല മെർക്കലുമായിട്ട് ഒരു സൗഹൃദവും സഖ്യവും സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഡോക്ടർ വിൻസെന്റ്. ടി പി ശ്രീനിവാസൻ, ഇന്ത്യയുടെ നിലപാടും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. കണ്ണും പൂട്ടി റഷ്യയെ പിന്തുണയ്ക്കുകയാണ് ക്രൈമിയയിൽ ചെയ്തത്. കാരണം ഒന്നുകിൽ ചൈന ചെയ്തതുപോലെ ഒരു ഇടത്തരം സമീപനം, സമദൂര സിദ്ധാന്തം നടപ്പിലാക്കാമായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ കണ്ണും പൂട്ടി റഷ്യയെ പിന്തുണച്ചു. റഷ്യയ്ക്ക് ക്രൈമിയയിൽ എല്ലാവിധ അവകാശവുമുണ്ട് എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഇന്ത്യൻ നിലപാടിന്റെ രാഷ്ട്രീയം? അത് വളരെ വ്യക്തമാണല്ലോ. നമ്മൾ റഷ്യയോടാണ് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ അടുത്ത് നിൽക്കുന്നത്. അതിനുള്ള കാരണങ്ങളുമുണ്ട്. നമുക്കിപ്പോഴും റഷ്യയുമായിട്ട് വളരെ ശക്തമായ ബന്ധം തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കാര്യത്തിൽ നമ്മളെടുത്ത നിലപാട് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം റഷ്യയുടെ താല്പര്യങ്ങൾ ഇവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൂടെ നോക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ യൂറോപ്യനിലുള്ള രാജ്യങ്ങളിൽ റഷ്യയുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളതെന്നുള്ളതാണ് സത്യമാണ്, ട്രഡീഷണലായിട്ടും അല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിലപാട് യഥാർത്ഥത്തിൽ റഷ്യയെ ന്യായീകരിക്കുന്നതാണ്. പക്ഷെ അത് ശക്തമായി ഒന്നും പറഞ്ഞില്ല. നമ്മളതൊരു അവർക്ക് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ ഒരു റഷ്യയോട് ചേർന്ന് നിൽക്കും എന്നാണ് പലരും സംശയിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയന്റെ സ്ഥാനവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളിങ്ങനെ ഒരു മിതമായ ഒരു എടുത്തിരുന്നത്. പക്ഷേ
ഇത്രയെങ്കിലും പറയാതിരിക്കാൻ നമ്മുടെ റഷ്യയോടുള്ള ബന്ധങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വളരെയധികം നന്ദി റഷ്യയോടുള്ള ഡോക്ടർ ടി പി ശ്രീനിവാസൻ. തിരക്കിനിടയിലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി ഡോക്ടർ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ പി ജെ വിൻസെന്റ്, മാത്യു ജോസഫ്, ഡോക്ടർ കെ ബി ഉഷ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.